Hello everyone, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോഴ്സ്ഡ് ബ്രീഡിങ്ങും നാച്ചുറൽ പെയറിംഗ് ആയിട്ടുള്ള ബ്രീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയിട്ടാണ്. ഏതാണ് കൂടുതൽ ബെറ്റർ, സക്സസ് റേറ്റിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ RTMD ക്യാപ്സുലേഷനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോഴ്സ്ഡ് ബ്രീഡിംഗ് ആണ്. അതിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫോഴ്സ്ഡ് പെയറിങ്ങിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സുള്ള ഫിഷുകളുണ്ടാവും. ചിലതിന് ഷേപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഫിൻസിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, മൊത്തത്തിൽ ഫിഷിൻ്റെ ഫിൻസിൻ്റെ സ്പ്രെഡിങ് ആയിരിക്കാം. അല്ല, അത് നമുക്കിഷ്ടമുള്ള ഫീച്ചേഴ്സ് നോക്കിയുള്ള ഫിഷുകളെ നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും നോക്കിയിട്ട് സെലക്റ്റീവായിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഫോഴ്സ്ഡ് ബ്രീഡിങ് നല്ലതാണെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ വന്നത്. അതേസമയം അതേപോലെ തന്നെ നാച്ചുറൽ ബ്രീഡിങ്ങിനും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫിഷ് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ടാങ്കിൽ വെച്ച് തന്നെ നാച്ചുറലി പെയറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നാച്ചുറലി ഡിഫെൻഡ് ചെയ്ത് ബൗണ്ടറി ഡിഫെൻഡ് ചെയ്ത് ബേബീസിനെ ഗാർഡ് ചെയ്യണം. അങ്ങനത്തെ ഒരു ടെറിട്ടോറിയൽ ബിഹേവിയർ പെട്ടെന്ന് ഡെവലപ്പ് ആവും നാച്ചുറൽ ബ്രീഡിങ്ങിൽ വരുന്ന ഫിഷുകൾക്ക്. അപ്പോൾ അതിന് അതിൻ്റേതായ ബെനിഫിറ്റ്സും ഉണ്ട്. ഫോഴ്സ്ഡ് ബ്രീഡിങ്ങിൽ നമുക്ക് ഉള്ള സക്സസ് റേറ്റ് കുറച്ച് കുറവായിരിക്കും, നാച്ചുറൽ ബ്രീഡിങ്ങിനേക്കാളും കുറച്ച് കുറവായിരിക്കുള്ളൂ. കാരണം ഒരു 75-80 നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതും നമ്മുടെ ഫിഷിൻ്റെ കറൻറ്റ്ലി അതിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് അനുസരിച്ചിരിക്കും ഈ സക്സസ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്തേക്കണം. കാരണം ഫിഷ് റെഡി ആയിട്ടുള്ള ഫിഷ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ബ്രീഡിങ്ങിനെ നമുക്ക് ഫോഴ്സ്ഡ് ബ്രീഡിങ് എഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ പറ്റുള്ളൂ. കാരണം ഫീമെയിൽ റെഡിയല്ല, മെയിൽ റെഡി ആയിട്ടുള്ള കേസുകളിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയില് പെട്ടെന്ന് ബ്രീഡിങ്ങിന് റെഡിയായി ഫീമെയിലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ തിരിച്ചു മെയിൽ റെഡി ആവണില്ല എന്നുണ്ടെങ്കിൽ ഫീമെയില് ബ്രീഡിങ്ങിന് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിഷ് പിടിച്ച് ഫൈറ്റിങ്ങിലേക്ക് ലീഡ് ചെയ്യും. അത് നാച്ചുറൽ ബ്രീഡിങ്ങിലും ഇടയ്ക്ക് ഇഷ്യൂസ് വരാറുണ്ട്. എന്നാലും പക്ഷേ ഫോഴ്സ്ഡ് ബ്രീഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ യാതൊരു ബോണ്ടും ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ കേസിൽ ഇവിടുത്തെ ഫാമിലിൻ്റെ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിലിനെയും ഫീമെയിലിനെയും ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഒരു പരിധി വരെയുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ഫിഷുകളെ ബ്രീഡിങ്ങിന് വേണ്ടിയുള്ള ഫിഷുകളെ മെയിലിനെ ഫീമെയിലിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് മാക്സിമം ഇടാറ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എഗ്ഗിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഫീമെയിൽ എഗ്ഗ് സ്റ്റോർഡ് ആയിരിക്കും. ഇടയ്ക്ക് ഫീമെയിലും കൂടി ബ്രീഡ് ആവുന്നുണ്ടാവും ടാങ്കിൽ. എന്നാലും കണ്ടിന്യൂസ് ബ്രീഡിങ് കണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്കിൽ മെയിലും ഫീമെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ബ്രീഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അക്കൗണ്ടും എല്ലാം കുറയും. നമ്മളൊരു പ്രൊഫഷണലി ബ്രീഡ് ചെയ്യുമ്പോൾ അത് നമുക്കത് ഉപകരിക്കില്ല. എഗ്ഗ് അത്രയും പോകുന്നതുകൊണ്ട് അടുത്ത എഗ്ഗിൻ്റെ അളവ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ മെയിലിനെയും ഫീമെയിലിനെയും മാറ്റിയിട്ടാണ് കണ്ടീഷൻ ചെയ്യുന്നത്. അപ്പോൾ മെയിലും ഫീമെയിലിനെയും ഒരുമിച്ച് ഇടുമ്പോഴേക്കും നാച്ചുറലി നിങ്ങൾക്ക് ബ്രീഡാനുള്ള ടെംപ്റ്റേഷൻസ് കൂടുതലായിരിക്കുള്ളൂ. അത് ഫുള്ളി റെഡി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫിഷിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു മേക്കിംഗ് റിച്വൽസും എല്ലാം കാണിച്ച് പെട്ടെന്ന് പേരാകും. ഇൻ കേസ് ചില കേസുകളിൽ ഫീമെയിലിന് വലിപ്പം കൂടുതലായിരിക്കും, മെയിലിന് വലിപ്പം കുറവായിരിക്കും. അങ്ങനത്തെ കേസിൽ ആദ്യമേ തന്നെ നമ്മൾ മെയിലിനെ ആ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഫിഷ് സെറ്റിൽ ആയതിനു ശേഷം മാത്രമേ ഫീമെയിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് സൈസ് ഏതിനാണ് കൂടുതൽ കുറവ് ഫിഷിൻ്റെ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ഫിഷിന് ഓരോന്നിനും ഓരോ ക്യാരക്ടർ ആയിരിക്കുള്ളൂ. ചിലത് ഫീമെയിൽസ് ഭയങ്കര ഡൊമിനൻ്റ് ആയിരിക്കും, മെയിൽസ് പാവമായിരിക്കും, ചിലപ്പോൾ നേരെ തിരിച്ച് അങ്ങനെ പല ഇഷ്യൂസ് കാണിക്കാറുണ്ട് ഡിസ്കസിൽ. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ സിമിലർ സൈസാണ്, ഫിഷ് ഹെൽത്തിയാണ്, ബ്രീഡിങ്ങിനൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് സെയിം ടൈം തന്നെ എടുത്തിടാൻ നോക്കാം. ഫിഷ് പുതിയൊരു എൻവയോൺമെൻറ്റിലേക്ക് പെട്ടെന്ന് ബ്രീഡിംഗ് ടാങ്കിലേക്ക് വരുമ്പോൾ രണ്ട് ഫിഷിനും ഒരു സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അത് തമ്മിൽ ഫൈറ്റ് ചെയ്യാനൊന്നും നോക്കില്ല. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നാച്ചുറലി അവർ ഒരുമിച്ച് നിന്ന് ആ ഒരു പേടി പെട്ടെന്ന് മാറ്റിയെടുക്കാൻ അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഫൈറ്റിങ് ഒഴിവാക്കാൻ പറ്റും. അതേസമയം ഇപ്പോൾ സൈസ് ഡിഫറൻസ് ഉള്ള ഫിഷുകളാണ് അതിനെ നമ്മൾ ആദ്യമേ ഒരു ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഫീമെയിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൽ ഓൾറെഡി അതിൽ ടെറിട്ടറി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അത് ഫുള്ളി സെറ്റിൽ ആയിട്ടുണ്ടാകും. പെട്ടെന്ന് ഫീമെയിലിനെ മെയിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും, ബ്രീഡിങ്ങിന് വേണ്ടി ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതേസമയം ഫീമെയിൽ സ്ട്രെസ് മാറിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഫൈറ്റ് ചെയ്ത് ചില കേസുകളിൽ ചിലവരുടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫിഷിൻ്റെ കണ്ണ് വെള്ളയ്ക്കുക, അതൊക്കെ സ്ട്രെസ് കൂടിയിട്ടും എപ്പോഴും വാട്ടർ പാരാമീറ്ററിനെ മാത്രം ആശ്രയിച്ചല്ല അതൊക്കെ വരുന്നത്. ഫൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് പ്രീവിയസ് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു പെയറാണ്. ഇതും അതേപോലെ തന്നെ ഒരു ഫോഴ്സ്ഡ് പെയറിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഫുള്ളി കണ്ടീഷൻ ആയിട്ടുള്ള ഒരു മെയിലിനെയും ഫീമെയിലിനെയും കൂടി എനിക്ക് ആവശ്യമുള്ള
ഫീച്ചേഴ്സുള്ള ഫിഷിനെ ഞാൻ സെലക്റ്റീവായിട്ട് ബ്രീഡ് ചെയ്തേക്കുന്നത്. ചിലത് നമുക്ക് അതിൽ എല്ലാത്തിലും നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല ഫിഷ് ബ്രീഡാവും അങ്ങനെ വരും. അപ്പം നമുക്ക് മാക്സിമം അതിലെത്തിച്ചതിന് ശേഷം ഫിഷിനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ബ്രീഡ് ചെയ്യാനുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എല്ലാത്തിലും അത് ഇതാവില്ല. ഇൻ കേസ് ഫിഷ് വല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫിഷിനെ ബ്രീഡ് ചെയ്യണം, നമുക്ക് മസ്റ്റായിട്ട് അതിനെ തന്നെ ബ്രീഡ് ചെയ്യണം എന്നുള്ള കാൽക്കുലേഷനിലാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഫിഷ് ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടാങ്കിൽ ജസ്റ്റ് ഒരു നെറ്റ് വെച്ചിട്ട് ഫിഷിനെ സെപ്പറേറ്റ് ചെയ്തിടാം. അപ്പോൾ ഫിഷ് തമ്മിൽ കണ്ട് ഒന്ന് സിങ്ക് ആവും ഫിഷ്. എന്നിട്ട് ബ്രീഡിങ് കോൺ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിഷ് ബ്രീഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോഴും ഫൈറ്റിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ഓരോ ഫിഷും ഓരോ ഇതുപോലെ ഇരിക്കുകയുള്ളൂ, ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളൊരു പേരനെ കൊണ്ടുവന്ന് ഇട്ടെന്നും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഇട്ട് എന്ന് പറഞ്ഞ് മാറി പിന്നെ അതിനെപ്പറ്റി ശ്രദ്ധിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നത്തെ കാര്യം ഫോഴ്സ് വെയറിങ് ചെയ്യുമ്പോൾ എപ്പോഴും ടാങ്കിൻ്റെ മുകളിൽ കവർ ചെയ്ത് വയ്ക്കുക, എന്തെങ്കിലും മെഷ് നെറ്റ് വെച്ചിട്ടോ എന്തെങ്കിലും കവർ ചെയ്ത് വയ്ക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫൈറ്റ് വന്ന് ഫിഷ് ചാടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഡെഡായി പോകാനുള്ള ചാൻസസ് ഉണ്ട്, പുറത്തേക്ക് ചാടിപ്പോവും. അങ്ങനെ പലവർക്കും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതെപ്പോഴും മൈൻഡിൽ വെച്ചേക്കാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഫോഴ്സൽ ബ്രീഡിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നാച്ചുറൽ ബ്രീഡിങ്ങിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു കമ്മ്യൂണിറ്റി ടാങ്കാണ്. ഇതിൽ മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഫിഷ് സക്സസ്ഫുള്ളി ബ്രീഡായി ഫിഷിനെ എഗ്സ് ഹാച്ച് ആയേക്കണ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ പേരുകളുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫിഷിന് പ്രൊട്ടക്റ്റീവായിട്ട് എഗ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, മറ്റുള്ള ഫിഷിൽ നിന്ന് എഗ്ഗിനെ എങ്ങനെ സർവൈവ് ചെയ്യിപ്പിക്കണം എന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അവർ പിടിച്ചിട്ട് ബ്രീഡിങ് ടാങ്കിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാലും സക്സസ് റേറ്റ് വളരെ കൂടുതലായിരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് എഗ്ഗിനെ ഹാച്ച് ചെയ്യാനും കെയർ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അവർ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പം 10 പീസിന് മുകളിൽ ഫിഷുള്ള ഒരു ടാങ്കാണ്. അതിലാണ് ഇപ്പോൾ ഇതിനെ ഹാച്ച് ചെയ്തെടുത്തേക്കണത്. അവർ അത്യാവശ്യം ഫിഷ് ഹാച്ച് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബ്ലൂ കൊബാൾട്ടും റെഡ് സ്നേക്ക് സ്കിൻ മെയിലും കൂടി ബ്രീഡ് ആയേക്കണേണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം. ബ്രീഫായിട്ടുള്ള കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കണം. അപ്പോൾ ഇതൊരു ബ്രീഡിങ് സീരീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കണ്ടാൽ മതി. നെക്സ്റ്റ് വീക്കിലായിട്ട് അപ്ലോഡ് ചെയ്യണതിൽ എഗ്ഗിങ്ങിനെ പറ്റിയിട്ടും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജസ് ഞാൻ ആ ഫസ്റ്റത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്ന പോലെ ഒരു ഫുൾ സീരീസ് ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തേക്കാണ്. എഗ് ചെയ്തിട്ട് അതിന് കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് അങ്ങനത്തെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ഒരു കോയിൻസൈസ് വരെ എത്തിക്കുന്ന ഒരു ഫുൾ അങ്ങനെ ഒരു സീരീസ് പോലെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.